മിസ്സേ, എങ്ങനെയാണ് വിശ്വാസ പ്രമാണങ്ങൾ ഉത്ഭവിച്ചത്? മാമോദീസ നൽകാൻ തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ച യേശുവിൽ നിന്നാണ് വിശ്വാസ പ്രമാണങ്ങളുടെ തുടക്കം. മാമോദീസ നൽകുമ്പോൾ മാമോദീസ സ്വീകരിക്കാൻ വന്നവരിൽ നിന്ന് സുനിശ്ചിതമായ വിശ്വാസം, അതായത് പിതാവിനിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള വിശ്വാസം ഏറ്റുപറയാൻ അവർ ആവശ്യപ്പെടേണ്ടിയിരുന്നു. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലും അവിടുത്തെ പ്രേക്ഷിതത്വ കൽപ്പനയിലുമാണ് പിൽക്കാലത്ത് വളർന്നു വന്ന എല്ലാ വിശ്വാസ പ്രമാണങ്ങളുടെ ആദിമ ജീവകോശം. അവിടുന്ന് ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളോടും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് മാമോദീസ നൽകുവിൻ. സഭയുടെ സകല വിശ്വാസ പ്രമാണങ്ങളും ഈ ത്രിത്വിക ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ വിപുലീകരണങ്ങളാണ്. അവയിൽ ഓരോന്നും ലോകത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ പിതാവിലുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലൂടെ തുടങ്ങുന്നു. തുടർന്ന് പുത്രനെക്കുറിച്ച് പറയുന്നു: പുത്രനിലൂടെ ലോകവും നമ്മൾ തന്നെയും രക്ഷ കണ്ടെത്തിയത്. പരിശുദ്ധാത്മാവിനുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റുപറയലിലൂടെ അത് അവസാനിക്കുന്നു. പരിശുദ്ധാത്മാവ് സഭയിലും ലോകത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. മിസ്സേ, ഒരു സംശയം. സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം എന്താണ് പറയുന്നത്? സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ ഭരണത്തിൻ കീഴിൽ അവിടുന്ന് പീഡകൾ സഹിക്കുകയും ക്രൂശിക്കപ്പെടുകയും മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവിടുന്ന് പാതാളങ്ങളിലേക്കിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുന്നു. പരിശുദ്ധാത്മാവിലും പരിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.